കൽപ്പാത്തി ക്ഷേത്രത്തിൽ എത്തി ബഹളമുണ്ടാക്കി നടൻ വിനായകൻ. ക്ഷേത്രനട അടച്ച സമയത്ത് അകത്ത് കയറണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വിനായകൻ ബഹളമുണ്ടാക്കിയത്. ക്ഷേത്രത്തിനകത്ത് കയറാൻ പാടില്ലെന്ന് പറഞ്ഞ നാട്ടുകാരെ അസഭ്യം പറഞ്ഞതായും പരാതിയിലുണ്ട്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംഭവം ഉണ്ടായത്. അപ്പൊ പുള്ളി എന്നെ വന്ന് ചീത്ത പറഞ്ഞു നിങ്ങളെ പോലെ. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്റെ ഭഗവാനോട് വന്ന് പറയണേണ് ഇവിടെ. എന്റെ ഭഗവാൻ എനിക്ക് ജോലി തരണം. എന്റെ ഭഗവാൻ എനിക്ക് നാളെ ജോലി തരണം. എനിക്കൊന്നു ചേനെ പോലെ വന്നിട്ട് എന്നെ സഹായിച്ച് നീ സഹായിക്കോ എന്ന് പറയാൻ വന്നതാ. നീ എന്റെ അമ്മക്ക് വിളിക്കുന്നത്. വിവരങ്ങൾ നൽകാൻ അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എൻ്റെ ഭഗവാനെ കാണിച്ചു തരണമെന്നൊക്കെ പറയുന്നത്, ഭഗവാനെ കാണാനും തൊഴാനുമൊക്കെ എല്ലാവർക്കും ഭക്തർക്ക് അവകാശമുണ്ട്. പക്ഷേ ക്ഷേത്രനട അടച്ച സമയത്തായിരുന്നു ഒരു ആവശ്യവും മുന്നോട്ട് വെച്ചുകൊണ്ട് വിനായകൻ എത്തിയത് എന്നുള്ളതാണ് ഇതിൽ വലിയ ട്വിസ്റ്റ്. ഇതിനെ ജാതീയമായി ഒരുപക്ഷെ ഇതിനെ ഒന്ന് തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പല കോണുകളിൽ നിന്ന് ജാതി വിവേചനമാക്കി ചിത്രീകരിക്കാനൊക്കെ ശ്രമം നടക്കുന്ന എന്നൊരു ട്വിസ്റ്റ് കൂടി ഇതിലുണ്ടല്ലോ. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്? ലക്ഷ്മി, കഴിഞ്ഞ 13-ാം തീയതി 11 മണി രാത്രി 11 മണിയോടുകൂടെയാണ് വിനായകൻ, ഞാനിപ്പോൾ നിൽക്കുന്ന ക്ഷിപ്ര ഗണപതി ക്ഷേത്രവും വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്ന കൽപ്പാത്തി കുണ്ടമ്പലം ജംഗ്ഷനിലേക്ക് എത്തുന്നത്. തുടർന്ന് വിനായകൻ ഈ ക്ഷേത്രത്തിൽ കയറണമെന്ന് വാശി പിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരായ ആളുകൾ പറയുന്നത്. ഇദ്ദേഹം ക്ഷേത്രം നട പൂട്ടിയിരിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞപ്പോഴും തനിക്ക് ക്ഷേത്രത്തിനകത്ത് കയറണം, തൻ്റെ ഭഗവാനെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ആളുകളോട് ബഹളം വയ്ക്കുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്തു എന്ന തരത്തിലാണ് നാട്ടുകാരായ ആളുകൾ പറയുന്നത്. തുടർന്ന് അത് വലിയ ബഹളത്തിലേക്കും മറ്റും വഴിവെക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതേസമയം പിന്നീട് കേസോ മറ്റോ ആകുന്നതിനോ ഒന്നും ആരും ചെയ്തില്ല. പിന്നീട് വിനായകൻ പോയതോടുകൂടെ തന്നെ ആരും പിന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നില്ല. പക്ഷേ ഇപ്പോഴാണെങ്കിൽ അതിനെ വലിയ രീതിയിൽ ജാതി വിവേചനമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുന്നു. പ്രത്യേകിച്ച് നവമാധ്യമങ്ങളിലും ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അതുപോലെ തന്നെ ചാനലുകൾ വഴിയുമൊക്കെ ഇതിനെ ഒരു ജാതി വിവേചനമായി, ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട വിനായകനെ സവർണരായ ആളുകൾ ക്ഷേത്രത്തിലേക്ക് കയറാൻ സമ്മതിച്ചില്ല എന്ന തരത്തിലൊക്കെ ഇതിനെ ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നു എന്നുള്ളൊരു പരാതിയാണ് ഉയരുന്നത്. ഇപ്പോൾ ഈ വാർഡിലെ കൗൺസിലറായ സുഭാഷ് കൽപ്പാത്തി ചേരുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ 13-ാം തീയതി രാത്രി ഒരു 11 മണിയാകുമ്പോൾ അദ്ദേഹം ഈ വഴി വന്നു. വണ്ടി ഇവിടെ നിർത്തി, ഈ കൽപ്പാത്തി ജംഗ്ഷനിൽ നിർത്തി. അപ്പോൾ ഇവിടെ 2-3 പേര് ഇവിടെ കുംഭാവശ്യമായതുകൊണ്ട് കുറച്ച് പേര് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല, അദ്ദേഹം തൊപ്പിയും ബർമുടയൊക്കെ ഇട്ട് ഇങ്ങനെ വന്നുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അപ്പോൾ വിനായകനോട് അദ്ദേഹത്തിനോട് ചോദിച്ചു, ആരാന്ന് ചോദിച്ചപ്പോൾ അയാൾ കൂടെ വന്ന ആളോട് പറഞ്ഞു ഇതേതാ പൊട്ടെന്ന് ചോദിച്ചു, ഈ ചോദിച്ച ആളെ. അപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു പൊട്ടൻ ഞാനല്ല നീയാണെന്ന് പറഞ്ഞു. പിന്നെ അയാൾ ഭയങ്കര ബഹളം വെച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എനിക്കിപ്പോൾ അമ്പലത്തിൽ കയറണം, തൊഴണം എന്നായി 11 മണിക്ക്. ഇവിടെ ഒരു ആചാരം അനുഷ്ഠാനങ്ങളൊക്കെ അല്ലേ, പൈതൃകമായിട്ട് ഒരു കൽപ്പാത്തി പറയുന്ന ഒരു പൈതൃകമായിട്ട് അന്തരീക്ഷത്തിൽ പോകുന്നതാണ്. ഇവിടെ ജാതിയോ വിവേചനമോ വേറെ ഒന്നും തന്നെ ഇല്ല. അഗ്രഹാരം എന്ന് പറഞ്ഞാൽ വേദവും പാരായണവും സംഗീതവും കച്ചേരിയായിട്ട് വളരെ കാമൺ കോയിറ്റായിട്ട് പോകുന്നൊരു ഏരിയ. പക്ഷെ അവിടെ വന്നിട്ട് ഈ പറയുന്ന പോലെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട ഒരു സാധ്യതയില്ല. അദ്ദേഹം തന്നെ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു, ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒന്നുമില്ല പറഞ്ഞപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോകാൻ പറഞ്ഞു. എല്ലാവരും അവരവരെ പാട്ടിൽ പോയി. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഉച്ചയ്ക്ക് ഒരു ഓൺലൈനിൽ എറണാകുളം ബേസ് ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ കൽപ്പാത്തിയിൽ വിനായകന് വിലക്ക് ചോദിച്ച ഒരു ഹെഡിങ്ങോടുകൂടെ ഒരു ഓൺലൈൻ ന്യൂസ് വന്നു. അപ്പോൾ ഞാനിത് ഓൺലൈനിൽ കാണുകയും ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അപ്പോൾ അങ്ങനത്തെ ഒരു വിവേചനം ഉള്ളതെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ എല്ലാ വർഷവും രഥോത്സവം വരുമ്പോൾ ഒരു മതത്തിനോ ജാതിക്കോ ഒരു പ്രസക്തിയില്ലാതെ എല്ലാ നാനാഭാഗത്തു നിന്ന് വരുന്ന ജനങ്ങൾ ഒന്നിച്ചാണ് ഈ ഉത്സവം കൊണ്ടാടുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലമേ അല്ല കൽപ്പാത്തി എന്ന് പറയുന്നത്. പക്ഷേ ഇത് എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനത്തെ ഒരു ന്യൂസ് കൊടുക്കുന്നതെന്നുള്ളതാണ് ഞാനും കൂടെ അറിയാതെ. ഞങ്ങളും ഇവിടെയുള്ള എല്ലാവരും പലവരും എന്നെ ജനപ്രതിനിധി എന്ന നിലയിൽ എന്നെയും മീഡിയക്കാർ വിളിച്ചിരുന്നു. അതേപോലെ ഇവിടെയുള്ള ജനങ്ങളെല്ലാം എന്നോട് വിളിച്ചു, ഞാനും ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം വളരെ മോശമായി പോയി. ഇങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. കാരണം പ്രത്യേകിച്ച് അദ്ദേഹം ഒരു സെലിബ്രിറ്റീസാണ്. അതിൻ്റേതായിട്ടുള്ള വിവേകം അദ്ദേഹം കാണിക്കേണ്ടതായിരുന്നു. ഇവിടെ പരിസരവാസികൾ പറഞ്ഞത് അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞത്. അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇത്രയും വയലൻ്റ് ആവാൻ കാരണം എന്ന്
പരിസരവാസികൾ ഇവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു. ആളുകൾ കാര്യമായിട്ട് തട്ടിക്കയറാൻ ഒന്നും പോവാതിരുന്നതുകൊണ്ടാണ് വലിയ ബഹളം ഒഴിവായതല്ലേ? അതെ, ആൾക്കാർ ആരും തട്ടിക്കയറാൻ നിന്നില്ല. അദ്ദേഹത്തിനോട് പറഞ്ഞു, പിന്നെ പോലീസിനെ വിളിച്ചില്ല. പോലീസ് അപ്പം തന്നെ ഇദ്ദേഹം തന്നെ പോലീസിനെ വിളിച്ച്, പോലീസ് വന്നതോടുകൂടെ ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഒരു പ്രശ്നം ബാധിത പ്രദേശമൊന്നുമില്ല. വളരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഗീതവും പാരായണവും ആ ഒരു രീതിയിൽ പോകുന്ന ഒരു ഏരിയയാണ്. ഇവിടെ ഒന്നും ഒരു പ്രശ്നമേ ഇല്ല. ഈ നട്ടപ്പാതിരയ്ക്ക് ഇവിടെ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഒരു ക്ഷേത്രം പറയുമ്പോൾ ഉണ്ടാവാറുണ്ട ഒരു സ്ഥലമല്ലേ. ഇവിടെ വന്നിട്ട് 11 മണിക്ക് അമ്പലം പോകണം, ദൈവത്തിനെ കാണണം, നട തുറക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഇതാണ് ഇവിടെ ആക്ച്വലി ഉണ്ടായത്. അതുതന്നെയാണ്. ഏതായാലും ഒരു 11 മണിയോടുകൂടെ രാത്രി എത്തി ക്ഷേത്ര നട തുറന്ന് അകത്തേക്ക് കയറണമെന്നൊക്കെ ബഹളമുണ്ടാക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ അസഭ്യം പറയുകയും ഉൾപ്പെടെ ചെയ്തു എന്നുള്ളതാണ് ഈ നാട്ടുകാരായ ആളുകൾ പറയുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഏതായാലും ഇത് വലിയ രീതിയിൽ ജാതി വിവേചനം എന്നൊക്കെ തരത്തിൽ വലിയ രീതിയിൽ ഇതിനെ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്ന് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ സുഭാഷ് കൽപ്പാത്തി പറഞ്ഞതുപോലെ തന്നെ കൽപ്പാത്തിയെ സംബന്ധിച്ചിടത്തോളം രഥോത്സവം ഉൾപ്പെടെ നാനാ ജാതിയിൽപ്പെട്ട ആളുകളും മതത്തിൽപ്പെട്ട ആളുകളും ഒക്കെ ഒരേ മനസ്സോടുകൂടെ എത്തി വളരെ ഗംഭീരമായി ഓരോ വർഷവും നടത്തുന്ന വിശ്വപ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവം ഉൾപ്പെടെ നടക്കുന്ന ഈ ക്ഷേത്രത്തിലും മറ്റുമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു സിനിമാ താരം എത്തി ആദ്യം ക്ഷേത്രത്തിൽ കയറണമെന്ന് ബഹളമുണ്ടാക്കി എന്ന തരത്തിലൊരു പരാതി ഉയരുന്നു. പിന്നെ അത് ജാതി വിവേചനം എന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിക്കുന്നത്. അതാണ് ഒരു ആരാധനാലയമാകുമ്പോൾ അത് പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഒരുപക്ഷെ ഒരു സെലിബ്രിറ്റി ആണ് എന്ന് കരുതി തോന്നിയ സമയത്ത് ക്ഷേത്രത്തിൽ കയറി ഭഗവാനെ ദർശിക്കാൻ സാധ്യമല്ല. അദ്ദേഹം പറയുന്നു, എനിക്ക് എൻ്റെ ഭഗവാനെ കാണണം എന്ന് പറയുന്ന പോലെയൊന്നും അത് ഏത് സമയത്ത് വേണമെങ്കിലാകാം എന്നുള്ളതൊന്നും സാധ്യമല്ല. പ്രത്യേകിച്ച് ഈ വിനായകന് കൽപ്പാത്തി ക്ഷേത്രത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയെന്ന വാർത്ത പ്രചരിക്കുന്ന ഏത് കോണുകളിൽ നിന്നാണ് എന്നുള്ളതാണ്. ആ വിഷയം അവിടെ കഴിഞ്ഞു. ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് എങ്കിൽ ഒരുപക്ഷെ മദ്യപിച്ചിരുന്നോ എന്നൊന്നും അറിയില്ല, നാട്ടുകാർ അങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ലഹരി ഉപയോഗിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറി അസഭ്യം പറയുന്നു, സ്ത്രീ വിരുദ്ധത പറയുന്നു. അപ്പോഴെല്ലാം വിനായകന് പ്രിവിലേജ് കിട്ടാറുണ്ട്. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ അന്ന് പോലീസ് സ്റ്റേഷനിലെ വിഷയം വന്നപ്പോൾ പറഞ്ഞത് വിനായകൻ ഒരു കലാകാരനാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രിവിലേജ് എന്തുകൊണ്ടാണ്, സഖാവായതുകൊണ്ടാണ് പ്രിവിലേജ് എന്ന ചോദ്യം അന്നേ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലൊരു ജാതി വിവേചനത്തിൻ്റെ നിറം കൂടി കൊടുക്കുന്നത് ആരാണ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് കേരളം ചിന്തിക്കേണ്ടത് എന്നുള്ളതാണ്. തീർച്ചയായും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻപും പലതരത്തിൽ പല വിവാദങ്ങളിൽ വിനായകൻ ഏർപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുകയും ക്ഷേത്രത്തിൽ കയറി ബഹളം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമാന രീതിയിലൊരു സംഭവം തന്നെയാണ് ഇവിടെ ഉണ്ടായത്. മാത്രമല്ല ഈ ദൃശ്യങ്ങൾ പകർത്തിയത് പോലും വിനായകനൊപ്പം ഉണ്ടായിരുന്ന ആളുകളാണെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ ആരും ഇത്തരത്തിൽ വിനായകൻ വന്ന് ബഹളം ഉണ്ടാക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടില്ല. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പകർത്തി അത് പിന്നീട് നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ ജാതി വിവേചനം എന്ന തരത്തിലൊക്കെ പ്രചരിപ്പിക്കുന്നത് വിനായകന്റെ ഒപ്പമുള്ള ആളുകൾ തന്നെയാണോ എന്ന് സ്വാഭാവികമായിട്ടും സംശയമുണ്ട് എന്ന തരത്തിലാണ് നാട്ടുകാർ പറയുന്നത്. സംഭവത്തിൽ ഏതായാലും ഈ ദേവസ്വം ബോർഡാണ് ഈ ക്ഷേത്രം ഭരിക്കുന്നത്. MR മുരളി ഉൾപ്പെടെ ഉള്ള ആളുകളാണ് ഇതിൽ മറുപടി പറയേണ്ടത് എന്നുള്ളതാണ്. കാരണം ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് ഇങ്ങനെ ഒരു 11 മണിയോടുകൂടെ തന്നെ നട അടച്ച സമയത്ത് വരുന്നതും ആ ക്ഷേത്രത്തിലേക്ക് കയറണം എന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കുന്നതും. അതും ഒപ്പം തന്നെ നാട്ടുകാർ തന്നെ പറയുന്നു അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടോ എന്നൊക്കെ തങ്ങൾക്ക് സംശയമുണ്ട് എന്ന തരത്തിലുള്ള സംശയം ഉയർത്തുന്നത്. ഏതായാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം വലിയ വേദനയുണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ്. കൃത്യമായ ആചാര അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചു പോകുന്ന ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ എത്തി ഈ അർദ്ധരാത്രി സമയത്ത് വന്ന് ക്ഷേത്രത്തിനകത്തേക്ക് കയറണമെന്ന് വാശി പിടിക്കുന്നു. ഒപ്പം തന്നെ അതിനെ പിന്നീട് ജാതി വിവേചനം എന്നൊക്കെ തരത്തിൽ തെറ്റായ രീതിയിൽ സമൂഹത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതിൽ വലിയ ദുഃഖമുണ്ട് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരായ ആളുകൾ പങ്കുവയ്ക്കുന്നത്. ലക്ഷ്മി.